സോ വെൽക്കം ഗായ്സ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഒക്കെ പഠിച്ചു. നമ്മൾ ബേസിക് കൺസെപ്റ്റ് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോ. ആദ്യത്തെ റേഷ്യോ ആണിത്. ഇനി ലിക്വിഡിറ്റി റേഷ്യോയ്ക്കകത്ത് അടിയിൽ കുറേ റേഷ്യോസ് വരും. കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞ് കുറേ റേഷ്യോസ് വരും. നമുക്കതൊക്കെ ഇൻഡിവിജ്വലി ഓരോന്നോ ഏതൊക്കെ നോക്കിപ്പോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ റേഷ്യോസ് ചെയ്തിട്ട് അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്ന സെഷനാണ്. ഓക്കെ, സോ തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് എല്ലാം സൈഡിലോട്ട് വെച്ചോ. നമ്മൾ തുടങ്ങുവാണ്. ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, അതേപോലെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഉണ്ട്. അപ്പം അതൊക്കെ വരുന്നതാണ്, ബേസിക്കലി വരുന്നതാണ്. അപ്പം നമുക്കിനി തുടങ്ങാം. ഓക്കെ, സോ ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് ആദ്യം തുടങ്ങാം. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭയങ്കര എന്താ പറയുക, ലിക്വിഡ് ഫോം അല്ലേ, വെള്ളത്തിൻ്റെ ഫോമിൽ നമ്മൾ പറയുന്നത് ലിക്വിഡ്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ലിക്വിഡ് ആണ്. അർത്ഥം എന്താ? എടാ ലിക്വിഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നേ കേട്ടിട്ടുണ്ട്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ ഇരിക്കുന്ന ക്യാഷോ, ഇപ്പം നമ്മുടെ ഈ ബാങ്കിലിരിക്കുന്ന പൈസ, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ, ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു കമ്മോഡിറ്റി മേടിക്കാൻ പറ്റും, ഒരു ട്രാൻസാക്ഷനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ലിക്വിഡ് എന്ന്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു FD, ബാങ്കിൽ ഒരു FD, എൻ്റെ പൈസയാണ് ഞാൻ കൊണ്ട് ഇട്ടു, 5 ലക്ഷം രൂപ കൊണ്ട് ഇട്ടു. ചേട്ടാ നാളെ പോയി ചോദിച്ചാൽ എനിക്ക് തരുമോ? അവർ പറയും നിങ്ങൾ ഫിക്സ്ഡ് ഇട്ടതല്ലേ, പെനാൽറ്റി അടിക്കേണ്ടി വരും, ചിലപ്പോൾ തരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അപ്പം അതാണ് വ്യത്യാസം ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നാളെ പോയില്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പറ്റണം. ക്യാഷ് ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ട്, നമ്മുടെ ബാലൻസസ്, കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസസ്, പിന്നെ കയ്യിലുള്ള ബാലൻസസ് അല്ലേ. അപ്പോൾ ചില മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പയ്യെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കാം. Liquidity ratio are vital financial metric that assess a company's ability to meet its short-term obligations. Essentially, how easily it can convert asset into cash to cover the immediate debt. Okay, നേരത്തെ പറഞ്ഞ പോലെ തന്നെ they are crucial for understanding a firm's immediate financial health. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു അൺഫോർസീൻ ഒരു ചെറിയൊരു ഈവൻ്റ് ഉണ്ടായി, ഒരു ലയബിലിറ്റി ഉണ്ടായി, നമുക്കത് അടച്ചു തീർക്കാൻ പറ്റുമോ? നമ്മുടെ കഴിവിനെ ചെക്ക് ചെയ്യുന്നതിനാണ് ലിക്വിഡിറ്റി റേഷ്യോ അനാലിസിസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ അനാലിസിസ് അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് ആയിക്കോട്ടെ, നമുക്ക് വരുന്ന ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, മെയിൻലി ക്രെഡിറ്റേഴ്സ് ഒക്കെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ ചില സമയത്തൊക്കെ SIയിലൊക്കെ ചെറുതായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്രൂഷ്യൽ ഫോർ ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് ലൈക്ക് ബാങ്ക്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് എ കമ്പനി ക്യാൻ റീപേ ഇറ്റ്സ് ഷോർട്ട് ടേം ലോൺസ്. അപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലോൺസ് അടയ്ക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഹെൽപ്പ് അസസ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ ഷോർട്ട് ടേം. നമ്മൾ നല്ല രീതിയാണ് എഫിഷ്യൻ്റ് ആയിട്ടാണോ റൺ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. കാരണം എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്താലേ നമുക്ക് എന്താണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാലൻസും ഇല്ലെങ്കിൽ ഡെപ്സും കാര്യങ്ങളും അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യും. ഈവൻ ഡെപ്സ് എന്ന് മാത്രമല്ല, ഒരു റെൻ്റ് ആയിക്കോട്ടെ, ഒരു സാലറി ആയിക്കോട്ടെ, ആൾക്കാരെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഇത് കൊടുക്കാൻ പറ്റണ്ടേ? അതാണ് സംഭവം. അപ്പോൾ അടുത്ത് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു എ കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നടത്തി പോകാനുള്ള കഴിവുണ്ടോ ഇല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ആദ്യത്തെ റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോയുടെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. കുറേ ക്വസ്റ്റ്യൻസ് കാണാം, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം അത് എന്താണ്. എ കറണ്ട് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് capability to pay off its short-term liability using its current assets. It is a general indicator of overall short-term liquidity. A higher ratio generally suggests higher liquidity. Okay. അപ്പം ഇതിൻ്റെ എന്താ കറണ്ട് റേഷ്യോയുടെ എന്താണ് ഫോർമുല പറഞ്ഞിരിക്കുന്നത്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി, ഞാൻ ഷോർട്ടാണ് എഴുതുന്നത്, നിങ്ങൾ ഇതിനെ പഠിച്ചാൽ മതി, കറണ്ട് ലയബിലിറ്റി ഡിവൈഡ് ബൈ കറണ്ട് അസറ്റ്. അപ്പം മനസ്സിലായോ? ഇതിൽ നമ്മുടെ കമ്പനിയുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നതാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു സ്റ്റോറി ആയിട്ട് പഠിക്കാം, അപ്പോൾ ഇച്ചിരി എളുപ്പം. ഓക്കെ, സ്റ്റോറി ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ കാണാപ്പാടം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് അറിഞ്ഞിരിക്കുന്നല്ല. ഒന്ന് കണ്ട്
പെട്ടെന്നൊന്ന് വായിച്ചു വിടാം. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു വിട്ടാൽ മതി, പരീക്ഷയ്ക്ക് മുന്നേ ഒക്കെ ചെയ്താൽ മതി. സിംപ്ലിസിറ്റി ഓഫ് കാൽക്കുലേഷൻ, എന്താണ് ഇങ്ങനെ ടോപ്പിക്സ് എഴുതിയാൽ മതി. ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതൊന്നും വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. സിംപ്ലിസിറ്റി ആൻഡ് ഈസ് ഓഫ് കാൽക്കുലേഷൻ, ഇറ്റ്സ് സ്ട്രെയിറ്റ് ഫോർവേഡ് ടു കാൽക്കുലേറ്റ് യൂസിങ് റെഡിലി അവൈലബിൾ, ഇത് തന്നെ. പിന്നെ ബ്രോഡർ ഇൻഡിക്കേറ്റർ ഫോർ ഷോർട്ട് ടേം, widely recognized and understood, easily to initially screening, helps identify potential short-term risk, can be used for trend analysis, compares to industrial average. Okay, advantage കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് വായിച്ചു കഴിഞ്ഞാൽ ഇഗ്നോസ് എന്നുണ്ടോ കമ്പോസിഷൻ ഓഫ് കറണ്ട് അസെറ്റ്സ്, പിന്നെ ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, സസ്പെക്റ്റബിൾ ടു വിൻഡോ ഡ്രസ്സിങ്, അതൊരു സംഭവമുണ്ട് വിൻഡോ ഡ്രസ്സിങ്, അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കേണ്ട വാക്കുകളാണ്. വിൻഡോ ഡ്രസ്സിങ് എന്താണ്, ഇൻഡസ്ട്രി സ്പെസിഫിറ്റി, പിന്നെ എന്താണ് ഡസൻ റിഫ്ലക്റ്റ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, എക്സ്ക്ലൂഡ്സ് നോൺ കറണ്ട് അസെറ്റ്സ്, സത്യം, ഇമ്പാക്ട്സ് ഓഫ് അക്രൂവൽ ഓർ ഡിഫറൽ, ഇതുണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് മെത്തേഡ്സ്, അക്രൂവൽ ഡിഫറൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ എല്ലാം പഠിക്കണമെന്നല്ല, നമുക്ക് പരീക്ഷയ്ക്ക് റീകളക്ട് ചെയ്തിട്ട് ഒരു 3 പോയിൻ്റേലും പറയാൻ പറ്റണം. 3 പോയിൻ്റ് അത് നിങ്ങൾക്ക് നിങ്ങളുടേത് ഉണ്ടാക്കാം, പക്ഷേ റിലേറ്റബിൾ ആയിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടേത് ഉണ്ടാക്കാം, അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞ കഥ എങ്ങനെയാണ്, എന്താണ്, ജസ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് പഠിക്കുന്നതെന്നോ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊരു സ്റ്റോറി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് കണ്ടോണേ, സ്റ്റോറി ഒരു ലോക്കൽ ബേക്കറിയും ഒരു ട്രെൻഡി കാഫേ. ഓക്കെ, ഒരു ലോക്കൽ ബേക്കറിയും ഒരു ട്രെൻഡി കാഫേ, ഒരു പുതിയ കഫേ. ഓക്കെ, ഇമാജിൻ 2 സ്മോൾ ബിസിനസ്സസ് ഇൻ എ ബസ്ലിംഗ് സിറ്റി എന്ന് വെച്ചാൽ ഒരു ക്രൗഡഡ് സിറ്റി. ദ ലോക്കൽ ബേക്കറി ആൻഡ് ദ ട്രെൻഡി കഫേ both need to pay their rent, suppliers, employees wages in next 30 days. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം ലയബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു 30 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഒരു വർഷത്തിനകത്ത് വന്നാലും ഷോർട്ട് ടേം തന്നെയാണ്. അപ്പം ഷോർട്ട് ടേം ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി ലോക്കൽ ബേക്കറി ഹാസ്, ശ്രദ്ധിച്ചിടണം, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ലോക്കൽ ബേക്കറി ഹാസ് 50,000 ഇൻ കറണ്ട് അസെറ്റ്. അതിനകത്ത് എന്താ, ക്യാഷ് ഇൻ ഇറ്റ്സ്, ഓക്കെ, ബാങ്ക്, സപ്ലൈസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടി ഒരു 200,000 50,000 രൂപ. ബേക്കിംഗ് സപ്ലൈസും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു 50,000 രൂപ വരത്തുള്ള കറണ്ട് അസെറ്റ് ഉണ്ട്. ആൻഡ് 25,000, നേരത്തെ 50,000 ഓക്കെ, 25,000 ഇൻ കറണ്ട് ലയബിലിറ്റി, റെൻറ്റ്, ഫ്ലോർ ബില്ല്, സ്റ്റാഫ് പേറോൾ നമുക്ക് ഇതുണ്ട്, ലയബിലിറ്റി ഉണ്ട് എല്ലാ മാസം, ഇല്ലെങ്കിൽ എല്ലാ ഇതിലും കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ കറണ്ട് റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, ജസ്റ്റ് ആലോചിക്കുക. കറണ്ട് റേഷ്യോ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താ, കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് അസെറ്റ് എത്രയാ, 50,000 ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്രയാ, 20,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2/1 അഥവാ 2 അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ, ഇത് ജസ്റ്റ് ഒരു ഫോർമുലയല്ലേ, ഇതിൻ്റെ അർത്ഥം എന്താ അന്ന് വെച്ചാൽ, ഇപ്പോൾ 2/1 എന്ന് വന്നു അല്ലേ, അതിൻ്റെ ഫോർമുല അർത്ഥം എന്താ അറിയോ, 1 രൂപ നമ്മൾ കറണ്ട് ലയബിലിറ്റി എടുക്കുമ്പോൾ, 1 രൂപ നമ്മൾ ലയബിലിറ്റി എടുക്കുമ്പോൾ നമുക്ക് 2 രൂപ കറണ്ട് അസെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ലയബിലിറ്റി കവർ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നർത്ഥം. മനസ്സിലായോ? നമ്മൾ 1 രൂപയുടെ കടം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2 രൂപ കയ്യിലുണ്ട്. അപ്പോൾ 1 രൂപ അടച്ചു തീർക്കാൻ നമുക്ക് കഴിവുണ്ടെന്നർത്ഥം അല്ലേ. അപ്പോൾ ആ 1 രൂപ അടച്ചു തീർത്താൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്, ബാക്കി 1 രൂപ ഉണ്ട് എന്നാണ് അർത്ഥം. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ കണ്ടോ, കറണ്ട് റേഷ്യോ 50,000 ഡിവൈഡ് ബൈ 25,000 എത്ര, 2 വന്നു. In interpretation, the local bakery has $2 in current asset for every $1 in current liability. നേരത്തെ പറഞ്ഞ സെയിം സാധനം. This suggests a healthy short-term financial position. They have enough liquidity to cover their immediate debt comfortably. അപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റിയിൽ നമ്മൾ എപ്പോഴും പറയുകയാണ്, നമുക്ക് എപ്പോഴും ഇല്ല 2:1 റേഷ്യോയിലാണ് ഒരു ഹെൽത്തി റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് നമുക്ക് 2 കറണ്ട് അസറ്റ് കാണണം പറയണം. ഓക്കെ, അതാണ് പറയണത്. 2:1 റേഷ്യോ ആണ് ഒരു ഹെൽത്തി ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതിന് മേളിലോട്ടുള്ളത് നല്ലതാണ്, പക്ഷെ കുറേ മേളിലോട്ടുള്ളത് നല്ലതല്ല. കാരണം കുറേ മേളിലോട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്, പക്ഷേ ആവശ്യത്തിലധികം പൈസ ഇരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും, കയ്യിൽ കൂട്ടി വെക്കല്ലേ. അതുകൊണ്ടാണ് 2:1 അല്ലെങ്കിൽ ഒരു 3:1 ഒക്കെ ഓക്കെ. കൂടുതൽ പോകുന്നത് ഭയങ്കര ഇതാണ്, നമുക്ക് കയ്യിൽ ഇങ്ങനെ ചുമ്മാ പൈസ ഇരുന്നിട്ടും കാര്യമില്ല, അത് യൂസ് ചെയ്യണം. ഇനി ട്രെൻഡി കഫേ ഹാസ് 30,000 ഇൻ കറണ്ട് അസെറ്റ്, സ്മോൾ ക്യാഷ്, ഫാൻസി കോഫി ബീൻസ്, പേസ്ട്രീസ് ആൻഡ് 30,000 ഇൻ കറണ്ട് ലയബിലിറ്റി, ഹൈ റെൻറ്റ്, പ്രീമിയം, ഇൻഗ്രീഡിയൻറ്റ്, സപ്ലൈ, ബരിസ്റ്റ വേജസ്, ബരിസ്റ്റ മീൻസ് അവിടെ നിൽക്കുന്ന ആൾ. ഓക്കെ, ഇനി ഇതിൻ്റെ കറണ്ട് റേഷ്യോ നോക്കുമ്പോൾ എന്ത് കിട്ടി,
30,000 ഡിവൈഡ് ബൈ 30,000 തന്നെ കിട്ടി. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്തപ്പോൾ എത്ര 1 കിട്ടി. ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ഒരു കറണ്ട് അസറ്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അറിയാതെ ഒരെണ്ണം കൂടി വന്നാലോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കവർ ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. The Trendy Cafe has $1 in current asset for every $1 in current liability. While they can technically cover their debt, they have less wiggle room. എന്നുവെച്ചാൽ അന്ന് ഒരു സ്കോപ്പ് ഓഫ് ഒരു ഇതില്ലേ, തെറ്റ് കാണിക്കേണ്ട അവസ്ഥ ഇല്ല. എന്നുവെച്ചാൽ അവിടെ അത്രയും തെറ്റേ കാണിക്കാൻ പറ്റുള്ളൂ. അറിയാതെ ഒരു ഇച്ചിരിയിലും വന്നു കഴിഞ്ഞാൽ പണി വാളും. Any unexpected expense or delay in sales could put them in tight spot. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. സെയിൽസ് നടക്കാതിരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു സ്റ്റെപ്പ് നടന്നില്ലെങ്കിൽ തീർന്നവിടെ. A bank looking to lend them might see it as unfavorable than the Baker ratio. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോണിന് വേണ്ടി നമ്മൾ എവിടെ പോകുമ്പോൾ ബാങ്കിൽ പോകുമ്പോൾ ഇതൊരു അൺഫേവറബിൾ ആയിട്ട് കാണുമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു ഇച്ചിരി ക്വസ്റ്റ്യൻസും ഇച്ചിരി അധികം ഒരു കറണ്ട് റേഷ്യോ തന്നെ ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഒരു 1 to 8 അല്ലെങ്കിൽ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ കറണ്ട് അസറ്റ്സിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ വരും? ക്യാഷ് വരും അല്ലേ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കറണ്ട് അസറ്റ് വരും. അതേപോലെ അക്കൗണ്ട് റിസീവബിൾ വരും, ഇൻവെൻട്രി വരും അല്ലേ? പിന്നെ ബാങ്കിൻ്റെയോ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വരും. ബാങ്ക് ബാലൻസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വരും. പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ വരുന്നത്. അതേപോലെ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? അക്കൗണ്ട്സ് പേയബിള്, ബിൽസ് പേയബിള്, അതേപോലെ ഷോർട്ട് ടേം ലോൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത്രയും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വെറൈറ്റി ഓഫ് പേരുകൾ കാണും, അത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ ഇട്ട് ചോദിക്കും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ബ്ലാ 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 കുറേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാൽക്കുലേറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ വായിക്കുക ലാസ്റ്റത്തെ. അപ്പം ലാസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? കാൽക്കുലേറ്റ് XYZ കറണ്ട് റേഷ്യോ അല്ല, നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ? ഈ ഒരു കേസിൽ നമുക്ക് കറണ്ട് അസറ്റ് ആദ്യം എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. എന്തൊക്കെ വരും? നിങ്ങളൊന്ന് ആലോചിച്ച് എന്തൊക്കെ വരും? പറഞ്ഞേ. സോ ഈ ഒരു കേസിൽ സ്റ്റോപ്പ് ചെയ്തൊന്ന് ആലോചിച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നാലും ഞാൻ എഴുതുവാണ്. നമ്മുടെ ഇതായി ക്യാഷ്, പിന്നെന്താ നമുക്ക് വരുന്നത്? അക്കൗണ്ട് റിസീവബിൾ വരത്തില്ലേ? അക്കൗണ്ട് റിസീവബിൾ വരുമല്ലോ. ഇൻവെൻട്രി, അത് നമ്മൾക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്ത് നമുക്ക് വിറ്റിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അക്കൗണ്ട്സ് പേയബിൾ പറ്റുമോ? ഇല്ലല്ലോ, ലയബിലിറ്റി അല്ലേ. ഓക്കെ, ഷോർട്ട് ടേം ലോൺസോ? ഇല്ല. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ 120,000 എഴുതി. ഇതെത്ര വന്നു? 180. അപ്പോൾ എല്ലാം കൂടെ 300 375 അല്ലേ? 375,000 വന്നു. തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ കൂട്ടിയതാണ്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റി എന്തൊക്കെ വരാം? AP വരാം അല്ലേ? അക്കൗണ്ട്സ് പേയബിൾ, ഈ ഷോർട്ട് ടേം ലോൺ വരാം അല്ലേ? ഷോർട്ട് ടേം ഈ കറണ്ട് എന്ന് വിളിക്കുന്നത് എങ്ങനെ അറിയോ? ഒരു വർഷത്തിൽ താഴെയോ, അല്ലെങ്കിൽ ചിലതിനകത്ത് സ്പെഷ്യലി പറയും ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയും. ചില കമ്പനിയുടെ 9 മാസമായിരിക്കും, ചിലതിൻ്റെ 13 മാസമായിരിക്കും. അപ്പോൾ ഒരു വർഷത്തിന് മേളിലും താഴെയും വന്നില്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വർഷമല്ല കണക്കാക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണക്കാക്കണം. ഓക്കെ, ഇനി അക്കൗണ്ട്സ് പേയബിൾ എത്രയാ? 90. ഷോർട്ട് ടേം എത്രയാ? 60. സോ രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര വന്നു? 150. ഇനി നമുക്ക് നമ്മുടെ ഇതിട്ട് നോക്കിയാലോ, റേഷ്യോ ഇട്ട് നോക്കാം. സോ കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു CA ഡിവൈഡ് ബൈ CL. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 3750 കറണ്ട് അസറ്റിൻ്റെ വിലയും ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി, ഇതിൻ്റെ വില. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഹെൽത്തി ആണോ ഇതല്ലെന്ന് പറയണം. കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കണം എനിക്ക്, എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്ത് നോക്കുക. 375. ഇപ്പോൾ കുറേ പിള്ളേർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ട്രിക്ക് കൂടെ പെട്ടെന്ന് പറഞ്ഞുതരാം, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. എല്ലാവരും എഴുതി 3750 ഡിവൈഡ് ബൈ 150 ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ഇങ്ങനെ ടൈപ്പ് ചെയ്യാറുണ്ട്.
അതിനേക്കാൾ നല്ലത് ഈ പൂജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂജ്യങ്ങൾ വെട്ടിക്കളയാം, നമുക്ക് ജസ്റ്റ് മനസ്സിൽ വെട്ടിക്കളയെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു കേസ് ഡയറക്റ്റ് 375 ഡിവൈഡഡ് ബൈ 150. കാരണം പൂജ്യങ്ങൾ എന്താണെങ്കിലും വിലയില്ലാത്തതാണ്, പുറകോട്ട് ഇടുന്നാലും പൈസയ്ക്ക് വിലയുണ്ട്, അങ്ങനെയല്ല. നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ അത് കളയാം, ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2.5. അപ്പോൾ ഇത് നല്ലൊരു കറണ്ട് റേഷ്യോ കമ്പനിക്ക് എങ്ങനെയാണ്, നല്ലൊരു ഷോർട്ട് ടേം എബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണോ അല്ലേ? 2.5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ₹1 കറണ്ട് ലൈബിലിറ്റിക്ക് നമുക്ക് 2.5 രൂപ കറണ്ട് അസറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ലതല്ലേ? അപ്പം നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കറണ്ട് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചോളൂ. ഇനി ഇത് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇഫ് എ കമ്പനി ഹാസ് കറണ്ട് അസറ്റ് ഓഫ് 300,000 ആൻഡ് കറണ്ട് റേഷ്യോ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി തന്നിട്ടില്ല അല്ലേ? വാട്ട് ഈസ് ദ കറണ്ട് ലയബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഒന്നും പേടിക്കണ്ട, നമുക്ക് എന്ന് വന്നാലും നമുക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ആദ്യം ആ ഫോർമുലയില്ലേ, ഇവിടെ കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നിടുക. ഇനി നമുക്ക് കറണ്ട് അസറ്റ് വന്നിട്ടുണ്ട് അല്ലേ? എത്ര വന്നു? 300,000. കറണ്ട് ലയബിലിറ്റി വന്നോ? ഇല്ല. നമുക്കൊരു എക്സ് ഇട്ടാലോ? എക്സോ നിങ്ങൾ കറണ്ട് ലയബിലിറ്റിന്നോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് 1.5 റേഷ്യോ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് അല്ലേ? 1.5 എന്ത് വന്നിട്ടുണ്ട്? കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്സ് ഇച്ചിരി അറിയാവുന്നവർക്ക് അറിയാം, ഇത് ക്രോസ് ചെയ്താൽ മതി, ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വരും. ഇല്ലെങ്കിൽ നിങ്ങളും പഠിച്ചോ, ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വരും. ഓക്കെ, സോ എന്ത് പറ്റും? എക്സ് ഇങ്ങോട്ടും പോവും. എക്സ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 1.5 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? ഡിവൈഡ് ബൈ 1.5 അടിക്കുമ്പോൾ 200,000 കിട്ടും. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? ഇതെന്താ കിട്ടിയത്? കറണ്ട് ലയബിലിറ്റി അല്ലേ? കറണ്ട് ലയബിലിറ്റി. ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, കാര്യങ്ങൾ ഉപയോഗിക്കാം. ഈ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇത് താഴോട്ട് പോകും, ഇത് മേലോട്ട് പോകും അറിഞ്ഞിരുന്നാൽ മതി. കുറേ പേര് മിസ്റ്റേക്ക് വരുന്ന കാണിച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തന്നെ. അപ്പം നമ്മുടെ കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടി? 200K കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ABC ഇൻകോർപ്പറേഷൻ വാണ്ട് ടു അച്ചീവ് ഇത് നമുക്ക് ടാർഗറ്റ് എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ പേര് ശ്രദ്ധിച്ചു, ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയും. ടാർഗറ്റ് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് ആ ഫണ്ടമെൻ്റൽസ് അറിയാവുന്നു. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. ABC incorporations want to achieve a current ratio of 2. Currently, its current assets are 400,000 and current liability 250,000. How much must it reduce in its current liability, assuming current asset remain constant, to reach the target ratio? അപ്പോൾ ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം നമ്മുടെ ഇപ്പം നിലവിൽ എത്രയാണ് കറണ്ട് റേഷ്യോ എന്ന് കണ്ടെത്തണം അല്ലേ? ഇപ്പോൾ നമ്മൾ നോർമലി വേറെ ഒന്നും ചെയ്യണം, നമ്മൾ മേളത്തൊന്ന് വായിച്ചിരുന്നു വിചാരിച്ചാൽ നമ്മളെ റേഷ്യോ എത്രയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കറണ്ട് റേഷ്യോ നമുക്കറിയത്തില്ല, നമുക്ക് പക്ഷേ കറണ്ട് അസറ്റിൻ്റെ വിലയും നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുടെ വില അറിയാം അല്ലേ? ഇത് കറണ്ട് അസറ്റും ഇത് കറണ്ട് ലയബിലിറ്റി ചെയ്ത് എത്ര വരും? 1.5 ആണോ? 6 അല്ലേ? ഓക്കെ, സോ നമുക്ക് കിട്ടിയത് 1.6. ഇതാണിപ്പം നിലവിൽ നമ്മുടെ കമ്പനിയുടെ എന്താ കറണ്ട് റേഷ്യോ ആണോ? പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് ടാർഗറ്റായി 2 വേണം എന്നിപ്പോൾ ചിലപ്പോൾ ഒരു ബാങ്കിൽ പോയപ്പോൾ ബാങ്ക് പറഞ്ഞാണ് നിങ്ങൾക്ക് 2 വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമുക്ക് വേണേൽ മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 വേണം. എന്താണ് കറണ്ട് റേഷ്യോ 2 വേണം. ഇത് പുതിയാണേ, ഇത് ഓൾഡ്, ഇത് ന്യൂ എന്നിട്ടോ നമുക്ക് 2 വേണം. ഇനി അസ്യൂമിങ് കറണ്ട് അസറ്റ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, കറണ്ട് അസറ്റിലൊരു മാറ്റവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് ലയബിലിറ്റി മാത്രം ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അല്ലേ? കറണ്ട് ലയബിലിറ്റിയിൽ അറിയത്തില്ല അല്ലേ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. നമുക്ക് കറണ്ട് ലയബിലിറ്റി എത്ര മാറ്റം വരണമെന്ന് അറിയാമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞു ഇത് താഴോട്ടും ഇത് മേളിലോട്ടും പോകും അല്ലേ? അപ്പോൾ എത്ര കിട്ടും ആൻസർ? നോക്കിയേ, ചെയ്ത് നോക്കിയേ. അപ്പോൾ 400 ഡിവൈഡ് ബൈ 2 വരും. എത്ര വരും? 200,000 കറണ്ട് ലയബിലിറ്റി ആയി അല്ലേ? ഇനി
ചോദിച്ച ക്വസ്റ്റ്യൻ അതല്ല, ഹൗ മച്ച് മസ്റ്റ് ഇറ്റ് റെഡ്യൂസ് എന്നാണ്. ഇപ്പോൾ എല്ലാവരും ആൻസർ ഈ 200,000 കാണും, ആൾക്കാരെ ടിക്ക് ചെയ്യും. ചോദിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹൗ മച്ച് ഇറ്റ് ഷുഡ് റെഡ്യൂസ്. ഇപ്പം നിലവിൽ നേരത്തെ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? ഓൾഡ് ഞാൻ എഴുതിത്തരാം. ഓൾഡ് നമുക്ക് 250 ഉണ്ടായിരുന്നു, എന്ത് കറണ്ട് ലയബിലിറ്റി അല്ലേ? കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് 250 ഉണ്ടായിരുന്നു. ന്യൂല് 200 ആക്കിയാലേ ഉള്ളൂ നമുക്ക് ആ 2 എന്ന് പറയുന്ന കറണ്ട് റേഷ്യോ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കറണ്ട് ലയബിലിറ്റി എത്ര കുറഞ്ഞു? 50,000 കുറഞ്ഞു. അപ്പോൾ ഇതാണ് ആക്ച്വലി ആൻസർ, 50,000 കുറച്ചു. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇരുത്തി വായിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന്, ഇത് പ്രാക്ടീസിൻ്റെ കുറവാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് ഇരുത്തി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ മാക്സിമം റിപ്പീറ്റ് ചെയ്യും. ഞാൻ കുറേ പിള്ളേർ, പഠിക്കുന്ന പിള്ളേരും കാണിച്ച കണ്ടൊരു ഇത് പാറ്റേൺ എന്ന് വെച്ചാൽ അവർക്കെല്ലാം സംഭവം അറിയാം, പക്ഷേ ഇങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ വിട്ടു, അപ്പോൾ ആൻസർ പോയി. ആ CMA ആണെങ്കിൽ, നമ്മുടെ IMA ബോഡി ആണെങ്കിൽ നോക്കിയിരിക്കുകയാണ് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക, അവിടെ കറക്റ്റ് ആൻസറും കാണും. ഇപ്പം നോക്കിയോ, ഈ 200 അവിടെ കാണും, അവിടെ ആൻസറിൽ കാണും, നമ്മൾ ടിക്കിടും, തെറ്റായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് വരുന്നതാണ് എ ഫേംസ് കറണ്ട് അസെറ്റ്. വായിച്ചു നോക്കി ഇതെന്താണ്? ഹൗ മച്ച്. ഓക്കെ, ഹൗ മച്ച് വിൽ ഇറ്റ് കറണ്ട് റേഷ്യോ ചേഞ്ച്. ഓക്കെ, എ ഫേംസ് കറണ്ട് റേഷ്യോ ആർ 600 ആൻഡ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ആർ 400. ഈ ഫേംസ് പേ ഓഫ് 100 ഓഫ് ഇറ്റ്സ് അക്കൗണ്ട് പേയബിൾ യൂസിങ് ക്യാഷ്, ഹൗ വിൽ ഇറ്റ്സ് കറണ്ട് റേഷ്യോ ചേഞ്ച്. ഓക്കെ, സോ നമുക്കിപ്പം നമ്മുടെ കറണ്ട് റേഷ്യോ എത്രയാണെന്ന് കാണണം. ഇപ്പോൾ എന്താണ് കറണ്ട് റേഷ്യോ? നമുക്ക് പെട്ടെന്ന് നോക്കാം. 600 കറണ്ട് അസറ്റും 400 ലയബിലിറ്റി എത്ര വരും? 6/4 എത്ര വരും? 1.5 അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ യൂസിങ് ക്യാഷ്. അപ്പോൾ ക്യാഷ്, നമ്മുടെ കറണ്ട് അസറ്റിലുള്ള ക്യാഷ്, കറണ്ട് അസറ്റിലുള്ളൊരു ക്യാഷിൽ നിന്ന് 100 കുറഞ്ഞു അല്ലേ? പേയ്മെൻറ്റ് ചെയ്യണ്ടേ അല്ലേ? അപ്പം അക്കൗണ്ട്സ് പേയബിൾ ഇതിൽ വരുന്നതാ. നമ്മളെന്ത് ചെയ്ത് ഈ 10,000 രൂപ എടുത്ത് എന്തിനാ? ഈ 100K എടുത്ത് എന്തിനാ? 100,000 എടുത്ത് എന്തിനാ? നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ അടച്ചു തീർക്കാൻ. അപ്പോൾ ഇനി അക്കൗണ്ട്സ് പേയബിൾ അത്ര വരത്തില്ല അല്ലേ? നമ്മുടെ പൈസ നമ്മുടെ അസറ്റിൽ നിന്നും പോയി, നമ്മുടെ ലയബിലിറ്റിയും കുറഞ്ഞു അല്ലേ? ആ ഒരു മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? നമ്മുടെ കറണ്ട് അസറ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന്, കറണ്ട് അസറ്റ് എങ്ങനെ ഫോം ചെയ്യുന്ന? ക്യാഷ് ഇല്ലേ, ക്യാഷ് കുറഞ്ഞു. അതേപോലെ കറണ്ട് ലയബിലിറ്റി എങ്ങനെ ഫോം ചെയ്തത്? ഇതേപോലെ അക്കൗണ്ട്സ് പേയബിൾ, ബിൽസ് പേയബിൾ ഒക്കെ വന്നിട്ടല്ലേ? അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ ഇനി തൊട്ട് അത്രയും രൂപ അടയ്ക്കണ്ട, നമ്മൾ അവർക്ക് അടച്ചു തീർക്കുക. അപ്പോൾ അവരെയും കുറച്ചു. അപ്പോൾ എത്ര വരുന്നു? 500,000 ഡിവൈഡഡ് ബൈ 300 എത്ര വരും? 5/3 1.667. ഇത് ചെയ്ത് നോക്കിക്കോണേ, രണ്ടും സെയിം എഫക്റ്റാന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കില്ല കേട്ടോ. അവിടെയും കുറയും ഇവിടെയും കുറയും, അങ്ങനെയാണെങ്കിൽ സെയിം അല്ലേ വരുന്നത്, അങ്ങനെ എടുക്കില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിക്കോണം. കുറേ പ്രാവശ്യം എനിക്കേ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പഠിച്ചുകൊണ്ട സമയത്ത് ഞാനും തെറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി കമ്പനി ഡെൽറ്റാസ് കറണ്ട് റേഷ്യോ ഈസ് 2.5. ഇറ്റ്സ് കറണ്ട് അസെറ്റ് ഓഫ് 750. Current asset of 750. The company decides to purchase a new inventory worth 100,000 on credit, increasing both inventory and accounts payable by. അത് കാണാറില്ലാത്തതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഹിൻഡ് ഇട്ടതാണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് ന്യൂ കറണ്ട് റേഷ്യോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പഴയത് ഓൾഡ് നമ്മൾ ആദ്യം എടുത്ത് വെക്കണം. ഓൾഡ് കറണ്ട് റേഷ്യോ എത്രയാണ്? 2.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അസറ്റ് എത്രയാ? 750 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റിയോ? അയ്യോ അറിയില്ലല്ലോ, കണ്ടുപിടിക്കണം. അതാണ് ഇപ്പോൾ കണ്ടോ, മറ്റേ 2 ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 750 അങ്ങോട്ട് വിടും, താഴോട്ടും മേളിലോട്ടും ആക്കിയിട്ട് എന്ത് ചെയ്യും? 750 ഡിവൈഡ് ബൈ 2.5 ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 300,000 കിട്ടി. ഇതാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി. ഇത് കറണ്ട് അസറ്റും അല്ലേ? കറണ്ട് ലയബിലിറ്റി കിട്ടി. ഇനി നമുക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ന്യൂ ചെയ്ത് നോക്കാം. ന്യൂവിൽ കഥ പറയുന്നത് നോക്കാം, എന്താണെന്ന് നോക്കട്ടെ. ന്യൂവിൽ പറഞ്ഞു 750 നമ്മുടെ ഇതാണ്, ഇതവിടെ ഇരിക്കും, നേരത്തെ ഇരുന്നോലൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കമ്പനി ഡിസൈഡ്സ് ടു പർച്ചേസ് എ ന്യൂ ഇൻവെൻട്രി. ന്യൂ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അസറ്റ്സിൻ്റെ ഭാഗമാണ് ന്യൂ ഇൻവെൻട്രി. അപ്പോൾ പുതിയത് ഇൻവെൻട്രി കൂടുക. അപ്പം ഇൻവെൻട്രി കൂടുന്നുണ്ട് എന്താണല്ലോ അല്ലേ? ഇൻവെൻട്രി കൂടി. ഇത് ഇൻവെൻട്രി കൂടി. ഓക്കെ, ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം മേടിക്കുമ്പോൾ എവിടെയാണ് കൂടുന്നത്? കറണ്ട് ലയബിലിറ്റിയിൽ അല്ലേ? അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അക്കൗണ്ട്സ് പേയബിൾ അല്ലേ അവർ? അപ്പം ക്രെഡിറ്റും കൂടി. മനസ്സിലായോ? ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി?
850,000 divided by 400K. ഓക്കെ, സോ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 850 divided by 400 is equal to 2.125. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് സംഭവം വരുന്നത്. ഇത് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി, ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എന്താണ് ഹോംവർക്ക് ചെയ്യാൻ തരുന്നുണ്ട്, ഒരു വെറൈറ്റി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം, അത് ചെയ്യണം, നിർബന്ധമായി ചെയ്യണം. ഇനി കമ്പനി ആപ്സ് ഈ മതി. കമ്പനി ഹി ഹാസ് എ കറണ്ട് റേഷ്യോ ഓഫ് 1.8. ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ആർ 400K. The company then collects 50,000 from its accounts receivable. What is the impact on its current ratio? Increase or decrease or a no change എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ജസ്റ്റിഫൈ എന്താണ് സംഭവം എന്ന് പറയാം. ജസ്റ്റിഫൈ ദ ആൻസർ. ഇത് പൊതുവെ എസ്സേയിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട്, എന്ത് കാരണം എന്നൊക്കെ ചോദിക്കുന്നത് എസ്സേയിലായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. കമ്പനി കളക്ട്സ്. ഓക്കെ, നമുക്ക് ആദ്യം ഓൾഡ് കണ്ടുപിടിക്കാം. കറണ്ട് റേഷ്യോ വന്നിട്ടുണ്ടല്ലേ. കറണ്ട് റേഷ്യോ എത്ര നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. കറണ്ട് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1.8 തന്നിട്ടുണ്ടല്ലേ. കറണ്ട് ലയബിലിറ്റി 400. അയ്യോ, ഇതിപ്പോൾ ഇനി എന്താ ചെയ്യും സാർ? നമ്മളിത് മേളിലായി പോയല്ലോ. കറണ്ട് അസറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മതിയോ? അല്ല. ഇനി ഈ കേസിൽ നമ്മൾ ചെയ്യുന്ന അറിയോ, എക്സിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എസിനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ 1.8 ഇൻറ്റു 400 എന്ന് പറഞ്ഞാൽ വരും. കാരണം മേളിലോട്ടല്ലേ പോകുന്നത്, അപ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ സാധനമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കിയേ, ഇൻറ്റു 1.8 എത്ര വന്നു? 720. അപ്പോൾ നമ്മുടെ അസറ്റ് ഇത് എത്ര കിട്ടി? കറണ്ട് അസറ്റ് എത്രയാണെന്ന് കിട്ടി? 720,000. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇനി ന്യൂ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ റേഷ്യോയിലുള്ള ഇമ്പാക്റ്റ് എന്താ? അപ്പോൾ അതിന് മുന്നേ കറണ്ട് അസറ്റ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 720 ആണെന്ന് കിട്ടി. ലയബിലിറ്റി നമുക്ക് 400 ആണെന്ന് കിട്ടി. 400,000 ആണെന്ന് കിട്ടി. ഇനി ദ കമ്പനി കളക്ട്സ് 50,000 ഫ്രം അക്കൗണ്ട് റിസീവബിൾ. എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഒരു അക്കൗണ്ട് റിസീവബിൾ ഉള്ളതല്ലേ. ഇതിനകത്ത് അക്കൗണ്ട് റിസീവബിൾ ഉണ്ടല്ലോ. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു കേസ് ശ്രദ്ധിച്ച് കേട്ടണം. ഓക്കെ, അക്കൗണ്ട് റിസീവബിളിനെ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കളക്ട് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 500 ഉണ്ടായിരുന്നു വിചാരിക്കുക. 500 രൂപ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ബാലൻസ് ഒരു 100 രൂപ ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 600 അല്ലേ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 600 വന്നു. ഇനി നടക്കാൻ പോകുന്നത് എന്താ? നമ്മൾ അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞത്. അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ 500 രൂപ നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ എത്രയായി? 0. കാരണം ഇവർ ക്യാഷ് ആയിട്ട് കിട്ടിയില്ലേ. നമുക്ക് ക്യാഷ് ആയിട്ട് ഇവിടെ ഓൾറെഡി 100 ഉണ്ട് പ്ലസ് 500 കൂടെ കിട്ടി. ടോട്ടൽ എത്രയാ? 600. ഇനി ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് മേളിൽ നടക്കുന്നത്. ഇപ്പോൾ മേളിൽ നടന്നത് തന്നെയാണ്. അപ്പം തൂക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ. അപ്പം മേളിൽ എന്താ? ചേഞ്ച് ഇല്ല, വേറെ ഒന്നിലും ഒരു എഫക്റ്റ് ഇല്ല. താഴെ ഡിനോമിനേറ്റർ മാറ്റം ഉണ്ടോ? മേളിലോട്ടുള്ള ന്യൂമറേറ്റർ മാത്രമല്ലേ മാറുന്നുള്ളൂ. ഡിനോമിനേറ്റർ മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ, സെയിം തന്നെ. അവിടെ നിന്ന് പറഞ്ഞാൽ കുറഞ്ഞു, അതിനെ കോമ്പൻസേറ്റ് അവിടെ തന്നെയാണ് വന്നത്. അപ്പോൾ ചേഞ്ച് ഇല്ല. അപ്പോൾ സോ ഇനി ജസ്റ്റിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും എന്താ? നോ ചേഞ്ച് ഇൻ റേഷ്യോസ്. ഒരു വ്യത്യാസമില്ല. മേളിലും താഴെ സെയിം എഫക്റ്റാണ് അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് വെച്ചത് ഇതെവിടെ പോയി? കിട്ടി 2 ക്വസ്റ്റ്യൻ വെച്ചായിരുന്നു. നമുക്ക് ഒരെണ്ണം ചെയ്യാം, എന്താണ് ഇവിടെ നിന്ന് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പനി സെറ്റ അല്ലെങ്കിൽ സി കറണ്ട് റേഷ്യോ ഈസ് 3 ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് 180. ദ കമ്പനി യൂസസ് 30,000 to cash to pay down long term debts. What will be the new ratio? ഓക്കെ, ഇത് ഇച്ചിരി ഒന്ന് ആലോചിക്കണം കേട്ടോ. നമുക്ക് നോക്കാം. നമ്മുടെ ഓൾഡ് റേഷ്യോ അല്ലേ, ഓൾഡ് എഴുതുക. എന്നിട്ട് എത്രയാ കറണ്ട് റേഷ്യോ? എത്രയാണ് കറണ്ട് റേഷ്യോ? വന്നിട്ടില്ല. ഓക്കെ, എക്സ് ഡിവൈഡ് ബൈ 180,000. അപ്പോൾ എന്ത് ചെയ്യും? 180 ഇൻറ്റു 3 ചെയ്യും അല്ലേ. 540 നമ്മുടെ കറണ്ട് അസറ്റായി. ഇനി നമുക്ക് ന്യൂവിലോട്ട് വരാം. എന്താ നടക്കുക നമുക്ക് നോക്കാം. നമ്മുടെ റേഷ്യോയ്ക്ക് മാറ്റമുണ്ട്. അപ്പോൾ 3 എഴുതൽ 540 ഡിവൈഡ് ബൈ 180. കറണ്ട് അല്ലേ,
കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ കമ്പനി യൂസസ് $30,000 ക്യാഷ് ടു പേ ഡൗൺ ലോങ് ടേം ഡെപ്റ്റ്. അപ്പോൾ ഈ ക്യാഷ് പോകുമ്പം ആദ്യത്തെ വരുന്ന ഇമ്പാക്റ്റ് എന്താ? നമ്മുടെ അസറ്റ്, കറണ്ട് അസറ്റിൽ നിന്ന് 30,000 രൂപ പോയെന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? പേ ഡൗൺ ലോങ് ടേം ഡെപ്റ്റ്. അപ്പം ഇത് നമ്മൾ നേരെ കറണ്ട് ലയബിലിറ്റി നിന്ന് കുറയ്ക്കണ്ടേ? നമുക്ക് കുറയ്ക്കണോ അതാണ് ചോദ്യം. കാരണം എന്താ? ഇത് ലോങ് ടേം ലയബിലിറ്റിയാണ്. ലോങ് ടേം ലയബിലിറ്റി നമ്മൾ റേഷ്യോ നോക്കുന്നില്ല. ഇപ്പം കറണ്ട് റേഷ്യോയിൽ നോക്കുന്നില്ല. കറണ്ട് റേഷ്യോയിൽ നമ്മൾ എന്താ നോക്കുന്നത്? ഷോർട്ട് ടേം മാത്രം, അല്ലെങ്കിൽ കറണ്ട് മാത്രം നോക്കുന്നത്. ഇത് ലോങ് ടേം അല്ലേ, നോൺ കറണ്ട് അല്ലേ. നോൺ കറണ്ട് നമ്മൾ എടുക്കത്തില്ല. അപ്പം ഇവിടെ ഒരു എഫക്റ്റും വരുന്നില്ല. താഴെ എന്താ ഡിനോമിനേറ്റർ കറണ്ട് ലയബിലിറ്റി സെയിം തന്നെയാണ്. അപ്പോൾ എന്താ കുറഞ്ഞത്? ക്യാഷ് മാത്രമേ കുറഞ്ഞുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? 510 കുറച്ചിട്ട് ഇത് ചെയ്ത് നോക്കുക. 510 ഡിവൈഡ് ബൈ 180 എത്ര വന്നു? 2.833. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ന്യൂ റേഷ്യോ. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ എഫക്റ്റ് എവിടെയൊക്കെ വരുമെന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി എ ഹോംവർക്കാണ്. പ്ലീസ് ഡു. എന്നിട്ട് എനിക്ക് എന്തിലേക്ക് കമൻറ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ഇടുക. ഇല്ലെങ്കിൽ പ്ലീസ് പേഴ്സണലി മെസ്സേജ് മീ ഓർ ആസ്ട്രാസ് വാട്സാപ്പിൽ. പ്ലീസ് ഡു. കാരണം ഇത് നിങ്ങളെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ശരി. സോ ഇതാണ് ബേസിക്കലി നമുക്ക് ഉള്ള ക്ലാസ് കറണ്ട് റേഷ്യോയിലുള്ളത്. ഇനി ഓരോ ഇതിൽ നമ്മൾ റേഷ്യോസ് ഇമ്പോർട്ടൻസ് വെച്ച് നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബി വിത്ത് ആസ്ട്ര. താങ്ക് യു.